എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ലോകത്ത് ഏത് നേതാവിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അക്രമവും അനീതിയും താണ്ഡവമാടുന്ന നമ്മുടെ ഈ ലോകത്ത് അഹിംസയുടെയും സഹനത്തിൻ്റെയും പാഠങ്ങൾ പ്രവർത്തിക്കൊണ്ടുവന്ന ഒരു ജനകീയ വനിതാ നേതാവുണ്ട്. മ്യാൻമാറിലെ ആങ് സാങ് സൂചി. ബർമ എന്നൊരു പഴയ രാജ്യത്തെ നേതാവായിരുന്നൊരു അച്ഛൻ്റെ മക്കളായി ജനിച്ച് നമ്മുടെ ഭാരതത്തിൽ പഠിച്ചു വളർന്ന ഒരു ജനകീയ നേതാവാണ് മഹതി. മ്യാൻമാറിലെ സ്ത്രീകളുടെ ഉന്നതിക്കും അവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്കും ഒരു ജനാധിപത്യ ഭരണത്തിനു വേണ്ടി പ്രവർത്തിച്ച സൂചിയെ മ്യാൻമാറിലെ പട്ടാള ഭരണം എതിർത്തു. തുടർന്ന് സൂചിയുടെ സ്വന്തം മക്കളിൽ നിന്നും അർബുദ രോഗിയായ ഭർത്താവിൽ നിന്നും അകറ്റുകയും 20 വർഷത്തോളം തടവറയിൽ കൂട്ടുകയും രോഗവുമായുള്ള അവരുടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ചെയ്തു. ഇത്തരം ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സൂചിക്ക്. അഹിംസയുടെയും സഹനസമരത്തിലൂടെയും സാധാരണ ജനങ്ങളുടെ നേതാവായി മാറി സൂചി സ്ത്രീ ശക്തിയുടെ ഉത്കൃഷ്ട ഉദാഹരണമായി. ആയതിനാൽ 1991 ലോകം അവർക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം സമ്മാനിച്ചു. ചോദ്യങ്ങൾ ചെയ്യുക, ചെറുത്തു നിൽക്കുക, ചട്ടത്തിനൊപ്പം ജീവിപ്പതെന്തിനു, തുരുത്തുകൾ ഉടയ്ക്കുക, ചേർത്ത് വയ്ക്കുക ശക്തി, സംഭരിക്കുമെന്നൈര്യം, തുറപ്പിക്കുക അടഞ്ഞ വാതിലുകൾ, ഉലകളായി മാറ്റുക കഠിനാനുഭവങ്ങൾ. ഇതാണ് സൂചി അവരുടെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകിയ സന്ദേശം. ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ലോകത്ത് ലോകനന്മയ്ക്കായി നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിലേക്കുള്ള വഴി എത്ര ദുർഘടമുള്ളതായാലും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാമെന്ന് സൂചി നമ്മളെ പഠിപ്പിച്ചു. ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും പാതകൾ പിന്തുടർന്ന് സഹനത്തിന്റെയും അഹിംസയുടെയും ത്യാഗത്തിന്റെയും മഹത്വം വെളിപ്പെടുത്തിയ സൂചിയെ ഭൂമിദേവിയുടെ ക്ഷമാശീലത്തിന് ഉദാഹരണമാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ജനകീയ നേതാവിനെ ആദരിക്കുന്നത്.